ജനിച്ച് വെറും 3 മണിക്കൂർ മാത്രമായിട്ടുള്ള ചോര പൈതലിനെ കഴുത്ത് ഞെരിച്ച് കൊന്നതിന് ശേഷം താഴെ റോട്ടിലേക്ക് കീസിൽ കെട്ടി, അതായത് കവറിൽ കെട്ടി വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കേട്ട ന്യൂസ്. ആരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് പനമ്പള്ളി നഗറിലെ യുവതിയായ അമ്മ തന്റെ പിഞ്ചുകുഞ്ഞിന്റെ ജീവനെടുത്തത്. ഇവളുടെ പ്രസവം പോലും വീട്ടിലാരും അറിഞ്ഞിട്ടില്ല കേട്ടോ. അവസാനം അവളുടെ ഷോൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നു. മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കൊച്ചി പനമ്പള്ളി നഗറിൽ നിന്നും കേട്ടിട്ടുള്ള ന്യൂസ് കേരളക്കര മൊത്തം വളരെയധികം വേദനയോടുകൂടെ, ഹൃദയാഘാതത്തോടു കൂടിയാണ് കേട്ടിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാല്, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ, അതായത് ജനിച്ച് വെറും 3 മണിക്കൂർ മാത്രമായിട്ടുള്ള ചോര പൈതലിനെ കഴുത്ത് ഞെരിച്ച് കൊന്നതിന് ശേഷം താഴെ റോട്ടിലേക്ക് കീസിൽ കെട്ടി, അതായത് കവറിൽ കെട്ടി വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കേട്ട ന്യൂസ്. എത്രയധികം വേദനയോട് കൂടെ, അതല്ലാന്നുണ്ടെങ്കിൽ ഹൃദയം സ്തംഭിച്ചിട്ടാണ് നമ്മളത് കേട്ടതെന്ന് അറിഞ്ഞൂടാ. കേരളം മൊത്തം ഇന്നത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ, കൊച്ചി പനമ്പള്ളി നഗറിൽ ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ സ്ത്രീക്ക് മറ്റൊരു പുരുഷനിൽ, അവളുടെ ബോയ് ഫ്രണ്ടിൽ ഒരു ഗർഭം ധരിക്കുന്നു. ആ ഗർഭം ധരിച്ച സമയത്ത് തന്നെ അവൾ ഭയങ്കര അസ്വസ്ഥതയാണ്. ഇതെങ്ങനെങ്കിലും അബോർട്ട് ചെയ്ത് കളയണം എന്നുള്ള ചിന്തയിൽ അവൾ ഒരുപാട് തവണ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിന് സാധിക്കുന്നില്ല. ഒരുപാട് തവണ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടെ അതിന് സാധിക്കുന്നില്ല. അവളുടെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല. അവരറിയാതെയാണ് അവൾ ഗർഭം ധരിച്ചതും അതുപോലെ തന്നെ ഈ 9-10 മാസം വരെ ഈ കുട്ടിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നതും. അതിനുശേഷം ഇവളുടെ പ്രസവം പോലും വീട്ടിലാരും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുന്നിട്ടാണ് ഇവള് പ്രസവിക്കുന്നത്. പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ വായിൽ തുണി തിരുകി. കാരണം കരച്ചിൽ കെട്ട് പുറത്തു നിന്ന് ആരെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നവജാത ശിശുവിന്റെ വായിൽ തുണി തിരുകിക്കൊണ്ടാണ് അവളുടെ അക്രമത്തിന് ചൂട് പിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ഇവള് ചെയ്തു. ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയെങ്കിൽ കൂടെ അവസാനം അവളുടെ ഷോൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നു. അതിനുശേഷം ആമസോണിന്റെ ഒരു കവറാണ് ആ സമയത്ത് കയ്യിൽ കിട്ടിയെന്ന് തോന്നുന്നു. ആ കവറിനകത്തിട്ടിട്ട് ആ കുഞ്ഞിനെ യാതൊരു മനപ്രയാസവും ഇല്ലാതെ താഴേക്കിട്ടിട്ട് ആ റോട്ടിലേക്ക്. അപ്പൊ അവള് വിചാരിച്ചിട്ടുണ്ടാവും, എന്താ ഇത് റോട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആരും അറിയില്ല, വീട്ടിലെന്തായാലും ആരും അറിഞ്ഞിട്ടില്ല, അവള് പ്രസവിച്ചതും കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി റോട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാല് വല്ല വണ്ടി കയറിയിട്ട് മരിച്ചുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ദുരൂഹ മരണമായി അങ്ങോട്ട് പോയിക്കോളും എന്ന് അവള് വിചാരിച്ചു കാണണം. പക്ഷെ സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, അവളുടെ അൺലക്കിന്, അവളുടെ ഭാഗ്യക്കേടിന് CCTV അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ CCTV ക്യാമറയിൽ നിന്നും എവിടെ നിന്നാണ് ആ ഒരു കവറ് വന്ന് വീഴുന്നത് എന്നും അതുപോലെ തന്നെ ആരാണ് അവിടെ താമസിക്കുന്നത് എന്നുള്ളതെല്ലാം പോലീസുകാർ വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടുപിടിച്ചു. അങ്ങനെ അതിന്റെ തെറ്റുകാരിയെ കണ്ടുപിടിച്ചു. നാട്ടുകാർക്കും അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കൊക്കെ സംശയമാണ്. കാരണം എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ സൂചനയോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു സ്ത്രീ പ്രസവിക്കുന്നു, അതുപോലെ ആ കുഞ്ഞിനെ വലിച്ചെറിയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വല്ല മാജിക് ആയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്ത എന്തോ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ മൈ ഡിയേഴ്സ്, ഇത് സത്യമാണ്. നമ്മളുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് നമ്മൾ ചിന്തിക്കണം. മാതൃത്വം എന്നൊക്കെ പറയുന്നത് നമ്മൾ എത്ര മനോഹരമായിട്ട് കൊണ്ടു നടക്കുന്നതാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് ന്യൂസിൽ വന്ന ഒരു ന്യൂസ് അപ്ഡേറ്റ് നമുക്കൊന്ന് കാണാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഞെട്ടിപ്പിച്ച സംഭവം കൊച്ചി നഗരത്തിലെ ഏറ്റവും പോഷ് കോളനിയെ വിറപ്പിച്ചു. പക്ഷേ പോലീസിന് തുടക്കം മുതൽ തന്നെ കുറ്റവാളിയെ ഉടൻ കണ്ടെത്താമെന്ന ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഹീനമായ ഒരു പ്രവൃത്തിയായി പോയി. അതാരായാലും അവരെ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതായിരിക്കും. ഈ വാക്കുകൾക്ക് കരുത്തു പകർന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സംഭവ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ. ഫ്ളാറ്റിന് മുകളിൽ നിന്ന് കുഞ്ഞിനെ താഴേക്കെറിയുന്നത് ഇതിൽ നിന്ന് വ്യക്തമായിരുന്നു. എന്നാലും ഏത് അപ്പാർട്ട്മെന്റിൽ നിന്നാണ് കുഞ്ഞിനെ എറിഞ്ഞതെന്നത് ദൃശ്യങ്ങളിൽ കണ്ടെത്താനായിരുന്നില്ല. അവിടെ പോലീസിന് തുമ്പായി മാറിയത് കുഞ്ഞിനെ പൊതിഞ്ഞ പാഴ്സൽ കവറായിരുന്നു. അതിലെ മേൽവിലാസം പോലീസിനെ ഫ്ളാറ്റിന്റെ 5ാം നിലയിലേക്ക് നയിച്ചു. പോലീസ് ഫ്ളാറ്റിലേക്ക് കടന്ന് പരിശോധന തുടങ്ങി. അച്ഛനും അമ്മയും മുത്തച്ഛിയും ഒരു 23-കാരിയും താമസിക്കുന്ന ഫ്ളാറ്റ്. പോലീസ് ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ പെൺകുട്ടിക്ക് താൻ പിടിയിലായെന്ന് ബോധ്യമായി. അവരുടെ കിടപ്പുമുറിയിലെ ടോയ്ലറ്റിൽ നിന്ന് രക്തക്കറ കൂടി കണ്ടെത്തിയതോടെ പോലീസ് ഉറപ്പിച്ചു, ഇത് തന്നെ തങ്ങൾ അന്വേഷിക്കുന്ന കുറ്റവാളി. പിന്നീടെല്ലാം അവർ തുറന്നു സമ്മതിച്ചു. ഗർഭിണിയായതും അത് വീട്ടുകാരെ മറച്ചു കൊണ്ടു നടന്നതും ഒടുവിൽ ആ ചോരക്കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിഞ്ഞതുവരെ എല്ലാം. സംഭവം പുറത്തറിഞ്ഞ് 4 മണിക്കൂർ കൊണ്ട് പ്രതിയുമായി പോലീസ് ഫ്ളാറ്റിന് പുറത്തേക്ക് കടന്നു. പാരന്റ്സിനോട് തന്നെയാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്.
വിസിബിൾ അല്ലായിരുന്നു എന്നാണ് പാരന്റ്സ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കുഞ്ഞിനെ ഇല്ലാതാക്കിയ 23-കാരിയെ പിന്നീട് പോലീസ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ പരിശോധന നടത്തി. പ്രസവം നടന്നത് മുതൽ ഇങ്ങോട്ടുള്ള ഓരോന്നിനും തെളിവുകൾ ശേഖരിച്ചു. ഇനി അവർ എങ്ങനെ അമ്മയായി എന്നതിലേക്ക് അന്വേഷണം നീളും. അതിലൊരു കുറ്റവാളി ഉണ്ടെങ്കിൽ അയാളെയും കണ്ടെത്തും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ആ വീഡിയോക്കകത്ത് എല്ലാം വളരെ കൃത്യമായിട്ട് വളരെ സ്പഷ്ടമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് റോഡിൽ വന്ന് വല്ല പന്ത് വീഴുന്ന പോലെയാണ് വീഴുന്നത്. അത്രയ്ക്കും മനുഷ്യജീവന് വിലയില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സുഹൃത്തുക്കളെ. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു ആൺ സുഹൃത്ത് ഉണ്ടാകുന്നതേ തെറ്റാണ്. എല്ലാവർക്കും അത് തെറ്റായിക്കൊള്ളുന്നില്ല. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്. ആൺ സുഹൃത്തിൽ ഇങ്ങനെ വേണ്ടാത്ത ഗർഭം ധരിക്കുന്നത് എന്തായാലും തെറ്റാണ്. അത് ഗർഭം ധരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പ്രസവിച്ച് അതിന് നല്ലൊരു ജീവിതം കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ ആ ആൺ സുഹൃത്തിനും പെൺസുഹൃത്തിനും ഉണ്ട്. അത് നിറവേറ്റാൻ അവർ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്തത് മഹാ അപരാധമാണ്. ഇവിടെ ഈ ഒരു പോലീസ് അന്വേഷണത്തിൽ, പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാകാൻ സാധിച്ചിട്ടുള്ളത് ഈ ആൺ സുഹൃത്തിന് ഇതിന് പ്രത്യേകിച്ച് പങ്കില്ല എന്ന്, അതായത് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിൽ പങ്കില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും എന്തോ പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു തെറ്റിന്റെ ഒരു പങ്ക് ആ ഒരു പയ്യനും കിടക്കട്ടെ. കാരണം കിടക്കട്ടെ എന്നല്ല, അവനും അതിലൊരു പങ്കാളിയാണ്. ഇത്രയും വലിയൊരു അരും കൊല ചെയ്യാൻ, അതല്ലാന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് മാനസികമായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ആ ഡെലിവറിയുടെ സമയത്തോ അതല്ലാന്നുണ്ടെങ്കിൽ നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു. നമ്മുടെ നാട്ടിൽ എത്രയോ മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ മാതാപിതാക്കളുണ്ട്. ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ അതിനെ പ്രസവിച്ചിട്ട് ഒരു അനാഥാലയത്തിലെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ ആ ജീവന് ഒരു വില ഉണ്ടായിരുന്നു. ആ ജീവന് ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു അവസരം അതിന് കിട്ടുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കണ്ടിട്ടില്ല ഈ ചെറിയ ചോര കുഞ്ഞുങ്ങൾ മരിച്ചു കിടക്കുന്ന ഒരവസ്ഥ, ആ ഒരു പ്ലാസ്റ്റിക് ബാഗിനുള്ളിലാക്കി മരിച്ചു കിടക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഞാനത് കണ്ടതിന് ശേഷം ഒരുപാട് സമയം എനിക്ക് എന്താണ് എൻ്റെ ഫീൽ എന്നറിയില്ല. കാരണം ഞാൻ 2 കുട്ടികളുടെ ഉമ്മയാണ്. അപ്പോൾ ആ ഒരു പ്രസവിക്കുന്നതിൻ്റെ ആ ഒരു ഫീലിങ്സും കുഞ്ഞ് നമ്മളുടെ കയ്യിൽ വരുമ്പോഴുള്ള ഇമോഷൻസ് ഒക്കെ ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ ചെയ്തത് തെറ്റാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ജനിച്ച വഴി ശരിയല്ല എന്ന് അവൾക്ക് തോന്നിയത് കൊണ്ടായിരിക്കും ആ കുഞ്ഞിനെ കൊന്നിട്ടുണ്ടാവും. പക്ഷെ എങ്ങനെയാണെങ്കിലും ചെയ്തത് മഹാ തെറ്റാണ്. ആ കുഞ്ഞിനെ അവൾക്ക് പ്രസവിക്കാൻ തയ്യാറല്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഗർഭം ധരിച്ച ആദ്യത്തെ ദിവസങ്ങളിൽ, അതായത് ഒരു സ്ത്രീക്ക് ഗർഭമുണ്ടെന്ന് അറിയാൻ വളരെ എളുപ്പം. കാരണം മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ആ സ്ത്രീ ഗർഭിണിയാണോ അല്ലേ എന്നുള്ളത്. മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്ത സമയത്തെങ്കിലും നോക്കാമായിരുന്നു കുഞ്ഞ് വയറ്റിലുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഈ ഗർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭത്തിന് പല ലക്ഷണങ്ങളുണ്ട്. ഛർദി ഉണ്ടാവും, അതുപോലെ തന്നെ തലകറക്കം ഉണ്ടാവും, നോസിയ ഉണ്ടാവും, അങ്ങനെ ഒരുപാടുണ്ട്. ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ള സമയത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തീരാവുന്ന കേസേ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊരു ഗുളിക കൊണ്ട് തീരാമായിരുന്നതാണ് ഇന്ന് ഷോള് കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊന്ന ഒരു അറും കൊലയ്ക്ക് കേരളം സാക്ഷിയായത്. ഇത്രത്തോളമൊക്കെ നമ്മുടെ കേരള സമൂഹം അല്ലെങ്കിൽ കേരള ജനത അധപ്പതിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പെൺകുട്ടികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി, അതുപോലെ തന്നെ ആണും പെണ്ണും ഒരുമിച്ച് നടന്നോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതിനിടയിൽ ഇതുപോലെയുള്ള കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ എവിടേക്കാണ് ഇതൊക്കെ പോകുന്നത്? ഇനിയും നമ്മൾ പറയും, ഇതൊക്കെ മറന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പറയും ആണും പെണ്ണും ഒരുമിച്ചിരുന്നോട്ടെ, അവര് സുഹൃത്തുക്കളായിക്കോട്ടെ, കിസ് ഓഫ് ലവ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇനിയും നടന്നോട്ടെ. അതിനെന്താ, ഒരു പുരുഷൻ സ്ത്രീയെ ചുംബിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ ചുംബിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, അവളെന്താ ഗർഭിണിയാകോ എന്നൊക്കെ ചോദിക്കും. ഇതിപ്പോ എന്താണ് സംഭവിച്ചത്? ഈ ഒരു കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ആരാണ് എന്നാണ് ഞാൻ ചോദിക്കുക. അതിലെന്തായാലും ആ ഒരു പെൺകുട്ടിക്കും ആ ഒരു ആൺകുട്ടിക്കും ഉത്തരവാദിത്തം ഉണ്ട്. പക്ഷെ അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതേപോലെ ഉത്തരവാദിത്തം ഈ സമൂഹത്തിനുണ്ട്. കാരണം ഇതുപോലെയുള്ള തെറ്റുകൾ വഴിവിട്ട് നടക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് ആവട്ടെ, എൻ്റെ ഉമ്മ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനും പഠിക്കുന്ന ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ആൺകുട്ടിയുടെ മുഖത്ത് നോക്കുന്നത് പോലും തെറ്റായിരുന്നു. ഇപ്പം അതൊക്കെ പോട്ടെ, ഇപ്പം ആൺകുട്ടിയുടെ മുഖത്ത് നോക്കുന്നത് പോട്ടെ, സംസാരിക്കുന്നത് പോട്ടെ, അടുത്തിരിക്കുക, കെട്ടിപ്പിടിക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഡേറ്റിംഗ് ഒക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഒരാൾക്ക് ഒരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് അല്ല, മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഒക്കെയാണ് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് നമുക്കുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതുപോലുള്ള ഒരു ഗവൺമെന്റും ഇതുപോലുള്ള ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനപ്പുറത്തുള്ള
തെറ്റുകളും നമ്മളെ നാട്ടിൽ സംഭവിക്കുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും ഇത് കണ്ട സമയത്ത് എനിക്ക് എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിച്ചു. കാരണം ഇങ്ങനത്തെ ഒരു ലോകത്താണല്ലോ എൻ്റെ മക്കളെ ഞാൻ വളർത്തേണ്ടത്. എനിക്ക് 2 മക്കളുണ്ട്. ഭാഗ്യം കൊണ്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ സെറ്റിൽഡായി. അപ്പം ഇനി എൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് വേദനയില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഞാൻ വളർത്തുന്ന 2 മക്കളുണ്ട്. ഇവരുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് വേദനയുണ്ട്. കാരണം ഇതുപോലുള്ള ഒരു കേരളത്തിലാണല്ലോ ജനിച്ചത്, ഇതുപോലുള്ള ഒരു കേരളത്തിലാണല്ലോ അവർ വളരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. എല്ലാ മാതാപിതാക്കൾക്കും ഇതുപോലെയുള്ള വിഷമം ഉണ്ടാവണം. അത് പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഉള്ള മാതാപിതാക്കൾക്കും ഇതുപോലെ വേദന വേണം. കാരണം പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ഗർഭിണികളാവില്ല, അതിനപ്പുറത്ത് ഒരാളും കൂടെ വേണം എന്നുള്ളതാണ്. അപ്പം എന്തായാലും ഈ പെൺകുട്ടി ചെയ്തത് മഹാ അപരാധമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു എന്താ പറയുക, ഒരു സമയത്തെ ഇനിയിപ്പോൾ ഇവർ ചെയ്ത തെറ്റെന്തോ ആവട്ടെ, പക്ഷെ ആ തെറ്റിൻ്റെ സമയത്ത് ഇവർക്ക് ആ ഗർഭം ധരിക്കാതിരിക്കാനുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് എങ്കിലും ഉപയോഗിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ നിന്ന് നമുക്ക് നമ്മളെ കേരളക്കരയെ രക്ഷിക്കാമായിരുന്നു. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ കേരളത്തിൽ സ്വാഭാവികമല്ലേ എന്നുള്ളൊരു തോന്നലിൻ്റെ ആദ്യത്തെ പടിയാണ് ഈ ഒരു മരണം എന്നുള്ളത്. ഇനി തുടർന്ന് അങ്ങോട്ട് നമുക്ക് ഇതുപോലെ ഒരുപാട് പ്രതീക്ഷിക്കാം. കാരണം കേരളത്തിനകത്ത് നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, ഓപ്പൺ റിലേഷൻഷിപ്പ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേരളത്തിനകത്ത് ഇതിനപ്പുറം ഇനിയും നടക്കും. അപ്പോൾ നമ്മൾ ജാഗരൂകരായിരിക്കണം. മാതാപിതാക്കളായിട്ടുള്ള ഇത് കാണുന്ന എല്ലാ ആളുകളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കൾ സുരക്ഷിതരാണ്. നമ്മുടെ മക്കൾക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലൊന്നും അവർ ചെന്ന് ചാടുന്നില്ല. അവർക്ക് നല്ല പാരൻറ്റിങ് നമ്മൾ നൽകുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത് നമ്മൾക്ക് നേരെയുള്ള ഒരു ചൂണ്ടുവിരലാണ്. നാളത്തെ കേരളത്തിൽ ഇതുപോലുള്ള പലതും ഇനിയും സംഭവിക്കുമെന്നുള്ളതിനുള്ള സൂചനകളാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, സൂക്ഷിച്ചിരിക്കുക. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതികരണങ്ങൾ എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയും. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ.